വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എന്താ മോളെ എന്താ നൂറെ കാര്യം എന്നിങ്ങനെ സത്യഭാമയും രാഘവൻ നായരും ഒക്കെ ചോദിക്കുമ്പോൾ ടി വിയിൽ ന്യൂസിലേക്ക് കാണിക്കുന്നുണ്ട്. ടി വി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അറിയാതിരുന്നത് എന്ന് പറയുമ്പോൾ കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നും സ്പിരിറ്റ് പിടിച്ചു. വിഷ്ണുവേട്ടൻ ഓടി രക്ഷപ്പെടുന്ന പോലീസിനെ വെട്ടിച്ചു പോകുന്ന വിഷ്വൽസാണ് ടി വിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. കമലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ രാഘവൻ നായരും സത്യഭാമയും അങ്ങ് ആകെ ഷോക്കാവുകയാണ്. അന്നേരം ഇല്ല, വിഷ്ണു അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ രണ്ടുപേരും പറയുന്നുണ്ട്. രാഘവൻ നായരും സത്യഭാമയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കഷ്ടകാലം തന്നെ വരുന്നത്, എല്ലാം കൂടോടെ വരികയാണല്ലോ, അനുഭവിക്കുക തന്നെ. ഇതിപ്പോൾ പിന്നെ ഞാൻ ആ ദാസിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ വിളിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമ ആ ഷൺമുഖദാസിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ മന്ത്രിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അതിന് ഫോൺ എടുക്കുന്നില്ല എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ എടുക്കില്ല, എല്ലാവരും കൂടി ചേർന്ന് അവനെ ചതിച്ചത് തന്നെയാണ്, ഇതവനെ ആരോ വെച്ച കെണി തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ നൂറ് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടനെ അറിയാവുന്നവർക്കെല്ലാം സത്യം അറിയാം, പക്ഷേ ടി വിയിലും ന്യൂസിലുമൊക്കെ കാണിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണുവേട്ടനെ സേഫ് ആക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സത്യഭാമൻ പറയുന്നുണ്ട്, ഒന്നുകൂടി വിഷ്ണുവിനെ വിളിച്ചു നോക്കട്ടെ എന്ന്. അന്നേരം നൂറും പറയുന്നുണ്ട്, ഞാനും വിളിച്ചു നോക്കിയതാണ്, സ്വിച്ച് ഓഫ് ആണ് ഫോൺ, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ വിഷ്ണുവേട്ടൻ എന്തായാലും ഫോൺ ഓണാക്കി വെക്കില്ല എന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ എത്ര തവണ ഞാൻ അവനടുത്ത് പറഞ്ഞതാണ്, അപകടം പിടിച്ച പണിയാണെന്ന് കേട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആദ്യം കയറി ചാവാനൊന്നും എനിക്ക് വയ്യ, അനുഭവിക്കുക തന്നെ, വരുമ്പോൾ കഷ്ടകാലം എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ വരുന്നത് എന്നിങ്ങനെ ഭാമ ഇങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുക. നൂറിനൊന്നും പറയാനായിട്ടും കഴിയുന്നില്ല. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഈശ്വര എൻ്റെ മക്കളെ കാത്തോളണേ, അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരും പ്രാർത്ഥിച്ച് നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇതേ സമയം സുബൈർക്കായാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവിടെയാണെങ്കിൽ അവിടെ ഒറ്റയ്ക്കാണ് വരുന്നത്. വന്നിറങ്ങിയ ശേഷം ഒരു വീടെന്ന പോലെ തന്നെയാണ് കാണിക്കുന്നത്. അവിടെ ഇറങ്ങിയ ശേഷമാണെങ്കിൽ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. അന്നേരം പറയുകയാണ് എന്തായി കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ കാര്യങ്ങളൊക്കെ ഒതുങ്ങുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ്, സേഫായിട്ടിരിക്കുന്നത് തന്നെയാണ്, അല്ലാതെ പുറത്തിറങ്ങണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ, എൻ്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അവലാതിപ്പെടുന്നതും വേദനിക്കുന്നതും അച്ഛനാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ കമലം കീഴടങ്ങിയത് നന്നായി, നിന്നെ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവർ പൂട്ടിയേണേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കമലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പൊക്കെ ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയുടെ കാര്യവും കഷ്ടമാണ്, ശാലിനി ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പെടാപ്പാട് പെടുന്നത് എന്ന് പറയുമ്പോൾ കമലം പറഞ്ഞത് ശരി തന്നെയാണ്, ശാലിനി മേഡത്തെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിന്നിലൂടെ, പക്ഷെ എന്തായാലും നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വിഷ്ണു പറയുകയാണ്, ഇനി നമ്മുടെ ലോറിയിൽ ഇത് വച്ചത് ആരാണെന്ന് കണ്ടെത്തണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആരെയെങ്കിലും നമ്മുടെ കറക്റ്റ് റൂട്ടും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ആൾ, അകത്ത് നിന്നുള്ള ആൾ തന്നെയാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനെ ഉറപ്പിക്കാനായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറയുമ്പോൾ തങ്കച്ചനെയാണോ ചോദിക്കുന്നുണ്ട്. അതിന് തങ്കച്ചനെ തന്നെയാണ് സംശയം എന്ന് പറയുമ്പോൾ, അല്ല ഒരു യൂണിയൻ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ തങ്കച്ച ഇങ്ങനെയൊക്കെ ഈ തറ വേല ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. സുബൈർക്ക ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അല്ല തങ്കച്ചൻ അല്ലെങ്കിൽ ആളെ വിട്ട് ചെയ്യിച്ചതായിരിക്കാം, പക്ഷേ ഇങ്ങനെ തങ്കച്ചനെ സംശയിക്കാനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. 2-3 ദിവസം മുന്നേ എന്നോട് വന്ന് ചോദിച്ചില്ല, എന്നോട് വന്നൊന്ന് മുട്ടിയതാണ്, അറിയാതെ ലോറിയിൽ സ്പിരിറ്റ് കടത്താൻ പറ്റുമെന്ന്, അതിന് ഞാൻ ഒഴിവാക്കി വിട്ടതിൻ്റെ ദേഷ്യവും ചിലപ്പം കാണുമെന്ന് പറയുമ്പോൾ അങ്ങനെയും ആവാം എന്നിങ്ങനെ പറയുകയാണ്. എന്നാലും അതാരാണെന്ന് നമുക്ക് കണ്ടെത്തണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, വിഷ്ണുവിനോട് സുബൈർക്കയാണ് പറയുന്നത്, എല്ലാവരും കൂടി നിന്നെ പൂട്ടാനുള്ള ഓരോ തരത്തിലും നിന്നെ പൂട്ടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാം ക്ഷമിക്കാനേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല പിന്നെ ഭൂമിയോളം ചവിട്ടി താഴ്ത്തിയവനെ ഉയർത്തി നിൽക്കാനുള്ള ഒരു ആഗ്രഹം കാണില്ലേ, ഇത് എൻ്റെ ഒരു നിവൃത്തികേട് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇതൊരു പരാജയത്തിൻ്റെ, ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ കാണുന്നത്, എന്നെ ഇങ്ങനെ ആക്കിയവരോട് ഓരോരുത്തരോടും ഞാൻ എണ്ണി കണക്ക് ചോദിക്കും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ഈ സുബൈർക്ക പറയുന്നുണ്ട്, പിന്നെ സാത്താന്മാരെ ശിക്ഷിക്കാനുള്ള അവകാശം പിന്നെ അള്ളാഹുവിന് പടച്ചതമ്പുരാന് മാത്രമേ ഉള്ളൂ, നമ്മൾ സങ്കടങ്ങൾ ഓരോന്നായി പറയുക, ഏത് മൂലയ്ക്ക് പോയി ഒളിച്ചാലും അവരെ കണ്ടുപിടിച്ച് അള്ളാഹു അവർക്കുള്ള പണി കൊടുത്തിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല ഇത് ഞാൻ തന്നെ പിന്നെ ഭൂമിയോളം താന്നിരിക്കുന്നവന് അങ്ങനെയാണ് ചോദിക്കുന്നത്, എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു അവകാശമില്ലേ, ഞാൻ എണ്ണി പകരം ചോദിക്കും എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ തുറപ്പിച്ചും കടുപ്പിച്ചും എന്നെ ഇങ്ങനെ അവസ്ഥയിലാക്കിയവരുടെ ഒക്കെ ഞാൻ പകരം ചോദിക്കും എന്നിങ്ങനെ വിഷ്ണു തറപ്പിച്ച് പറയുമ്പോൾ സുബൈർക്കായാണെങ്കിൽ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി പറയുന്നുണ്ട്,
പറയുന്നുണ്ട് കൂടെ ഉണ്ടാവും, പണം കൊണ്ടായാലും ഇനി പദവി കൊണ്ടായാലും യുദ്ധത്തിനായാലും സമാധാനത്തിനായാലും ആൾബലം കൊണ്ടായാലും എന്തിനും ഏതിനും കൂടെ ഉണ്ടാവും ഞാൻ. ഇതൊരു മുസൽമാൻ്റെ വാക്കാണ്, തല പോയാലും എൻ്റെ വാക്ക് മാറില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ സുബൈർക്കായി നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സുബൈർക്കായി അങ്ങ് പോവുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കൽപ്പിച്ച് നിൽക്കുകയാണ്. വിഷ്ണുവിന് എല്ലാവരെയും സംശയമുണ്ട്. ചന്ദ്രബോസിനെയും പിന്നെ തങ്കച്ചനെയും ഒക്കെ വിഷ്ണുവിന് അകപ്പാടെ ഒരു സംശയമുണ്ട്. ഇതേ സമയം അവിടെ കളക്ടറേറ്റിൽ ശാലിനി എത്തുന്നതിന് മുന്നേ കുറേ പത്രക്കാർ TV ചാനലുകാരും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ചുവരിൽ ഓരോ ബോർഡൊക്കെ ഇങ്ങനെ നോട്ടീസൊക്കെ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. കളക്ടറുടെ ഒത്താശയോടെ സ്പിരിറ്റ് കടത്തുന്നു, സ്പിരിറ്റ് രാജാവിനെ സംരക്ഷിക്കുന്നത് കളക്ടർ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ പോലെ ഒരാളിങ്ങനെ കന്നാസൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നതും കളക്ടറുടെ അറിവോടുകൂടിയാണ് സ്പിരിറ്റ് കച്ചവടം നടത്തുന്നത് എന്നൊക്കെ കുറേ പോസ്റ്ററുകൾ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിരിക്കുന്നു. അന്നേരം കുറേ TV ചാനലുകാരൊക്കെ ഉണ്ട്. അവരോടാണെങ്കിൽ DM ജോൺ അബ്രഹാം വന്ന് പറയുന്നുണ്ട്, മാഡം വന്ന ഉടനെ പോയി ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഇതൊക്കെ കണ്ട് മനസ്സ് തകർന്ന് ആകെ മനസ്സ് കൈവിട്ട് നിൽക്കുമ്പോൾ ഓരോന്ന് പോയി ചോദിച്ചേക്കണം. നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ല, ഇപ്പം അങ്ങോട്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞ് അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ഈ ജോൺ ആണെങ്കിൽ ഇതൊക്കെ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണ്. ഈ സമയത്ത് അനുപല്ലവി വരുന്നുണ്ട്. അനുപല്ലവി കാണുമ്പോൾ ജോൺ അങ്ങ് മാറി നിൽക്കുകയാണ്. തുടർന്ന് അനുപല്ലവിക്ക് ഇതൊക്കെ കാണുമ്പോൾ വിഷമാവുന്നുണ്ട്. തുടർന്ന് അവിടെ സജിയും ബാക്കി ഉദ്യോഗസ്ഥരും ഒക്കെ നിൽപ്പുണ്ട്. അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നത്? നമ്മളെ കളക്ടറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ട് നിങ്ങൾ ആസ്വദിക്കുകയാണോ? എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ തലോനിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഈ സമയത്ത് ശാലിനി വന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ശാലിനി ഇതെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ശാലിനി ആ ഒരു വിഷമമൊന്നുമില്ല. ശാലിനി ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കുകയാണ്. അന്നേരം അനുപല്ലവി പെട്ടെന്ന് കീറിക്കളയാൻ പോകുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, വേണ്ട അനുപല്ലവി, അതൊന്നും കീറണ്ട. നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ വലിയ കലാകാരന്മാരുണ്ടെന്ന് ഇതോടുകൂടി നമുക്ക് തെളിഞ്ഞില്ലേ. പിന്നെ ഇതൊക്കെ നമ്മൾ കീറി കളഞ്ഞാലും പിന്നെ രാത്രി അടുത്ത പകൽ വരുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയായിട്ടുള്ള ബോർഡുകൾ വരും. എന്തിനാണ് അതിനൊക്കെ അണിയറയിൽ ഒരുങ്ങുന്ന അതിനൊക്കെ ആ പരസ്യങ്ങൾക്കൊക്കെ നമുക്ക് റിലീസിങ് ഡേറ്റ് കൊടുക്കണോ? പിന്നെ ഇതൊന്നും കണ്ട് നമ്മൾ തളരില്ല എന്നുള്ള സ്കൂൾ കോളേജിലെ പോലെ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല എന്ന് അവരൊന്ന് കണ്ടോട്ടെ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ജോൺ വിചാരിക്കുന്നുണ്ട്, ഈശ്വര പണി പാളിയോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരോട് പറയുകയാണ്, ഇനി പോയി ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ പോയി എന്തെങ്കിലും ഒരു നമ്പർ ഇട്ട് നിൽക്കാം. പിന്നെ എന്ത് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സുസ്മിതയുടെ കയ്യിൽ നിന്നും തൊട്ടെണ്ണി വാങ്ങിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ജോൺ ആണെങ്കിൽ ഈ ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം ശാലിനിയോട് പറയുന്നുണ്ട്, മാഡം പിന്നെ ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. ഇത് എഴുതി പിടിച്ചവരെയൊക്കെ എനിക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ടാണ് വരുന്നത്. ആരായാലും അവരെ വെറുതെ വിടാനായിട്ട് പാടില്ല മാഡം എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു ADM എന്ന നിലയിൽ ഞാൻ ഇതിനെതിരെ ആക്ഷൻ എടുക്കും മാഡം എന്നൊക്കെ ഇങ്ങനെ ജോൺ അങ്ങോട്ട് കസറുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അനുപല്ലവി സംശയത്തോടെ തന്നെയാണ് ഈ ജോണിനെ നോക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ എനിക്ക് വേണ്ടി ജോൺ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടല്ലേ എന്ന്. അന്നേരം അനീതി അതെവിടെ കണ്ടാലും ഞാൻ പ്രതികരിക്കും മാഡം എന്നിങ്ങനെ പറയുമ്പോൾ, പഴയ ആർട്സ് ക്ലബ് സെക്രട്ടറി അങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റതാണ് അല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംശയിച്ചിങ്ങനെ ജോൺ നിൽക്കുമ്പോൾ ഈ പത്രപ്രവർത്തകരുണ്ടല്ലോ അവരെല്ലാവരും കൂടി ശാലിനി അടുത്തേക്ക് വരുന്നതുണ്ട്. എന്നിട്ട് മാഡം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നും പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് മൈക്ക് ശാലിനിക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം ജോൺ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്, ആരും മാഡത്തിനോടൊന്നും ചോദിക്കണ്ട, മാറി നിൽക്കും എന്ന് പറഞ്ഞിട്ട് വെറുതെ അവരോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുകയാണ്. അന്നേരവും ശാലിനി ജോണിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവർ വീണ്ടും ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ്. പറയുന്നത് സത്യമുണ്ടോ ചോദിക്കുമ്പോൾ എന്ത് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ ഭർത്താവിൻ്റെ സ്പിരിറ്റ് കച്ചവടത്തെക്കുറിച്ച് സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയുന്നവരോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടല്ലല്ലോ ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ, പിന്നെ ഈ ബിസിനസ്സിനെ കുറിച്ച് മാഡത്തിന് നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പിന്നെ അറിവിൽ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ബിസിനസ് ഇല്ല, അത് നടത്തുന്നില്ല, ഞാനാണെങ്കിൽ അങ്ങനെ ബന്ധങ്ങൾക്കൊന്നും വില കൽപ്പിക്കാറില്ല ഈ ഡ്യൂട്ടിയിൽ, അപ്പോൾ ആർക്കെതിരെയായാലും ഞാൻ പ്രതികരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, പിന്നെ ലോറിയിൽ നിന്നും പിടിച്ചെടുത്തത് സ്പിരിറ്റ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് വച്ചവർക്കല്ലേ അറിയാവൂ അത് എന്താണ് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ, പിന്നെ വീഞ്ഞാണോ പിടിച്ചെടുത്തത് എന്നിങ്ങനെ ഒരു ലേഡിയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അന്നേരം വീഞ്ഞാണോ എന്താണോ എന്നുള്ളതൊക്കെ ഇവിടെ പോലീസും എല്ലാവരും ഒക്കെ ഉണ്ട്, അവർ കണ്ട് പരിശോധിച്ചതിന് ശേഷം എല്ലാം തെളിയിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, ജില്ലാ കളക്ടറുടെ ഭർത്താവാകുമ്പോൾ പോലീസിനൊക്കെ കുറച്ച് പരിമിതികൾ, അവരൊക്കെ കുറച്ച് ഇതിലൂടെയല്ലേ പരിശോധിക്കാനായിട്ടും കുറ്റം പുറത്തു കൊണ്ടുവരാനായിട്ട് വീഴ്ച കാണിക്കില്ലേന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് അതിനെതിരെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ എൻ്റെ കീഴ്ജീവനക്കാരൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ മാഡത്തിൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ ഒളിച്ചിരിക്കുന്നത്, ഹസ്ബൻഡ് ഒളിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അതിന് പോലീസ്
പോലീസുണ്ട്, അവർക്ക് അന്വേഷിക്കാമെന്ന് പറയുമ്പോഴാണ് കീഴ് ജീവനക്കാർ കുറച്ച് കളക്ടറുടെ ഭർത്താവാകുമ്പോൾ അവരങ്ങനെ പുറത്തു കൊണ്ടുവരില്ലല്ലോ. അപ്പം നിങ്ങൾ എൻ്റെ കീഴ് ജീവനക്കാർ സബോർഡിനേറ്റ് ഒന്നും അല്ലല്ലോ, നിങ്ങൾക്കാണെങ്കിൽ പോലീസിനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരാം, എന്നിട്ട് പരിശോധിക്കാം ആരെങ്കിലും അവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്താണ് എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുറച്ചു കാലം ലീവ് എടുത്ത് മാറി നിൽക്കുന്നതല്ലേ, അപ്പോൾ കേസ് അന്വേഷണത്തിന് സുഗമമായ നടത്തിപ്പിന് അതല്ലേ മാഡം നല്ലത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സഹോദരി ഏത് മീഡിയയിൽ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പേര് എന്തോ ഒരു ടാഗ് കഴുത്തിലുണ്ട്, പക്ഷേ സുസ്മിതയുടെ ആൾക്കാരാണല്ലോ ഇവരൊക്കെ. അന്നേരം അത് എന്ന് പറയുമ്പോൾ പേര് ഓർക്കാനായിട്ട് തപ്പിത്തടയേണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏതിൽ നിന്നായാലും അനിയത്തിയെ പറഞ്ഞു വിട്ടവരോട് ചെന്ന് പറഞ്ഞേക്ക് എന്തിൻ്റെ പേരിലായാലും ഈ ശാലിനി വിഷ്ണു ഈ കസേരയിൽ നിന്നും മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞു വിട്ടവരോട് ചെന്ന് പറഞ്ഞേക്ക് എന്നിങ്ങനെ പറയുകയാണ്. വെറുതെ ഊഹാപോഹങ്ങൾ എഴുതി പിടിപ്പിക്കുന്നതിലല്ല, കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് അന്വേഷിച്ചതിന് ശേഷം എഴുതുന്നതാണ് മാധ്യമധർമ്മവും പത്രപ്രവർത്തനത്തിൻ്റെ കടമയും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നങ്ങ് പോവുകയാണ്. അന്നേരമാണെങ്കിൽ അവരാകെ മടിച്ച് നിൽക്കുന്നുണ്ട്. ശാലിനി ഈ ജോൺ അബ്രഹാം ഉദ്ദേശിച്ചതുപോലെ എന്നും അവിടെ ശാലിനി കരഞ്ഞൊക്കെ വിളിച്ച് പോകുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഈ പണി അങ്ങോട്ട് ഏറ്റില്ല. പക്ഷെ വീണ്ടും ഈ ജോൺ അബ്രഹാം വീണ്ടും ശാലിനിയുടെ പുറകെ പോവുകയാണ്. മാഡം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇത് മാഡത്തെ കരിവാരി തേക്കാനായിട്ട് ആരോ മനഃപൂർവ്വം എഴുതിയത് തന്നെയാണ്. എന്തായാലും ഇതിന് പിന്നിലുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കണം. മാഡത്തിൻ്റെ മറുപടി എന്തായാലും കലക്കി മാഡം, അത് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മിസ്റ്റർ ജോൺ അബ്രഹാം എന്ന് വിളിച്ചിട്ട് ശാലിനി പറയുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജോൺ ആണെങ്കിൽ എൻ്റെ ക്യാബിനിലേക്ക് വരണം, ഷാർപ്പ് 2 മിനിറ്റ്സ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി വീണ്ടും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ജോൺ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തിനായിരിക്കും വിളിപ്പിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ ജോൺ നിൽക്കുന്നുണ്ട്. ആ പത്രപ്രവർത്തകരോട് ശാലിനി പറയുന്നുണ്ട്, ഞാൻ IAS കാരിയാണ്, IAS വരെ പഠിച്ചതാണ്, അപ്പോൾ ആ ഒരു പഠിച്ചതിൻ്റെ ഒരു മഹത്വമെങ്കിലും ഞാൻ കാണിക്കണ്ടേ, അല്ലെങ്കിൽ ഉറക്കം വിളിച്ച് പഠിച്ചതൊക്കെ വെറുതെ ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ ശാലിനി ഇങ്ങനെ പോകുന്നതൊക്കെ. അതിനുശേഷം പിന്നെ ഈ ജോൺ അബ്രഹാം പറയുന്നുണ്ട്, ആ ചാനലിൻ്റെ പേര് മാഡം പറഞ്ഞ ഉത്തരം കലക്കി എന്ന് പറയുന്നുണ്ട്, ആ വിറ്റ്നസ് ചാനൽ, അങ്ങനെ ഒരു ചാനൽ പോലും ഇല്ല മാഡം എന്നവിടെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഒന്നുകൂടി ജോണിനെ നോക്കിയിട്ടാണ് 2 മിനിറ്റിനകം വരണമെന്ന് പറയുന്നത്. അതിനുശേഷം ജോൺ അബ്രഹാം ആണെങ്കിൽ ഈ ശാലിനിയുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അനുപല്ലവിയുമുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ കസേരയിലിരുന്ന് ഇങ്ങനെ ആടി ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടി എത്ര കൊടുത്തു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മാഡം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പിന്നെ ജോണിന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ജോണിൻ്റെ കയ്യിൽ അതിന് വ്യക്തമായ ഉത്തരവുമുണ്ട് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പിന്നെ ഈ ജോൺ അഭിനയം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല മാഡം എന്ന് പറയുമ്പോൾ ഒരു ഏകാംഗ നാടകത്തിലെങ്കിലും അഭിനയിച്ച് കാണും പഴയ ആർട്സ് ക്ലബ് സെക്രട്ടറി, അല്ലെങ്കിൽ ഇത്രയും തന്മയത്തോടു കൂടി അഭിനയിക്കാനൊക്കെ സാധിക്കുമോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജോൺ അങ്ങിൽ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ ശാലിനി വിടാനായിട്ട് ഭാവമില്ല. ശാലിനി പറയുകയാണ്, ഈ കാണുന്ന മീഡിയക്കാരും എന്നെ തേജോവധം ചെയ്യാനായിട്ട് ഈ കാണിച്ച പോസ്റ്ററും ഉൾപ്പെടെ എല്ലാം ജോണിൻ്റെ പഴയ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ സെറ്റപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ജോണിന് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ജോൺ പറയുകയാണ്, ഞാൻ മാഡത്തിൻ്റെ കീഴുദ്യോഗസ്ഥനായിരിക്കാം, പക്ഷേ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ ആ കസരയിൽ നിന്ന് അങ്ങോട്ട് ആ മേശപ്പുറത്ത് ഇങ്ങനെ കൈവച്ചൊരൊറ്റ അടി അടിച്ചിട്ട് ചാടി അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്ന് പറയുകയാണ്, താനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടല്ലേ അത് ഞാൻ അങ്ങ് സഹിച്ചുകൊള്ളാം, ഞാൻ പറഞ്ഞതിന് വ്യക്തമായ കാരണമുണ്ട്. ആ മീഡിയയുടെ നെയിം ബോർഡാണെങ്കിൽ കാണാൻ പറ്റില്ലായിരുന്നു, ആ ഒരു പത്രപ്രവർത്തകരുടെ മീഡിയയുടെ നെയിം ബോർഡ് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കിടന്നിരുന്നത്. പക്ഷേ വിറ്റ്നസ് ചാനൽ എന്നൊരു പേരിൽ ചാനലേ ഇല്ല എന്നുള്ളത് ജോൺ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഇതെല്ലാം ജോണിൻ്റെ സെറ്റപ്പാണ് എന്നുള്ളത് എന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവും ഒക്കെയുണ്ട്. പക്ഷേ ജോൺ ദൈവത്തെ പോലെ കാണുന്ന ആളിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെനിക്കറിയാം. പക്ഷേ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്ന ശമ്പളത്തോടും ചെയ്യുന്ന ജോലിയോടും അല്പം ഒരു ആത്മാർത്ഥത കാണിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കസേരയിലുണ്ടല്ലോ, ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ വേറെ ആമ്പിള്ളേർ വരും. എന്നെ ഇവിടെ ഇരുത്തുന്നത് ഒരു 3 അക്ഷരമാണ്, IAS എന്നുള്ളൊരു 3 അക്ഷരമാണ് എന്നെ ഇവിടെ ഈ കസേരയിൽ ഇരുത്തുന്നത്. അതിന് പിന്നിൽ ഞാനിത് പഠിച്ച് നേടിയത് തന്നെ, ഉറക്കം വിളച്ച് പഠിച്ച് നേടിയത് തന്നെയാണ്. അതിന് പിന്നിൽ ഒരുപാട് അധ്വാനത്തിൻ്റെ കഥകൾ പറയാനുണ്ടാകും. അത് ഞാൻ ആ ഒരു കടമ ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. അതിനുശേഷമാണ് പറയുന്നത്, ഇരിക്കുന്ന കസേരയിൽ വേറെ ആമ്പിള്ളേർ കയറിയിരിക്കും, ജോൺ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ല എന്നുള്ളെങ്കിൽ ഇനിയെങ്കിലും മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യാൻ നോക്ക്. പഴയ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ ഈ ഒരു തറ പരിപാടിയുമായിട്ട് മേലാൽ എൻ്റെ മുൻപിൽ വന്നു പോകരുത് എന്നിങ്ങനെയൊക്കെ ശാലിനി ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഷൗട്ട് ചെയ്യുമ്പോൾ ജോണിനൊന്നും പറഞ്ഞ് എനിക്ക് സാധിക്കുന്നില്ല. തുടർന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. ജോൺ ആണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്.
തുടർന്ന് അനുപല്ലവി പറയുന്നുണ്ട്, ആ പോക്ക് അത്ര ശരിയല്ലല്ലോ മാഡം എന്ന്. അന്നേരം ചന്ദ്രബോസിൻ്റെയും സുസ്മിതയുടെയും ബലത്തിലാണ് അവൻ നിന്ന് കളിക്കുന്നതൊക്കെ. പക്ഷേ ഇനി ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും അടങ്ങി നിൽക്കും. ശത്രുക്കൾ എന്തായാലും ജയിച്ച് മുന്നേറുകയാണ്. എന്നെ പൂട്ടാൻ വേണ്ടി തന്നെയാണ് വിഷ്ണുവേട്ടനെ ബലിയാടാക്കിയത്. ഇനി എന്തായാലും ബെൽറ്റിട്ട് പൂട്ടിയിട്ട് നിന്നില്ലെങ്കിൽ ചങ്ങല പൂട്ടിയിട്ട് നിർത്തേണ്ടി തന്നെ വരും. ഇവൻ ഒരു ഹംസം മാത്രമാണ്. അവരുടെ അടുത്ത് പോയി ശത്രുക്കളുടെ അടുത്ത് പോയി ഇത് പെട്ടെന്ന് അറിയിക്കുക തന്നെ ചെയ്യും. പക്ഷേ എന്നെ തളർത്താൻ പറ്റില്ല എന്ന് അവരറിയട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ആടി ഇരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ശാലിനി വിഷ്ണുവിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരും, വിഷ്ണു നിരപരാധിയാണ് എന്നുള്ളത് എങ്ങനെ തെളിയിക്കും എന്നുള്ളതൊക്കെയാണ് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും ശാലിനി തെളിയിക്കുക തന്നെ, സുസ്മിതയും ചന്ദ്രബോസും അവിടെ പരാജയപ്പെടുക തന്നെ ചെയ്യും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.